ഹലോ, ഗുഡ് മോർണിംഗ്. ഐ പ്ലസിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ടോപ്പിക് ഏതാന്ന് നോക്കാം. സോ ഇൻകം ആൻഡ് അസെറ്റ്സ്. ഇൻകം ആൻഡ് അസെറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. വേജസ്, സാലറീസ്, ബോണസ്, കമ്മീഷൻസ് ആർ കോമ്പൻസേഷൻ received by employees for services performed. നമ്മൾ ചെയ്യുന്ന സർവീസിന് നമുക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ആണ് ഏതൊക്കെ? വേജസ്, സാലറീസ്, ബോണസ്, കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ചുമ്മാ ഇരുന്നാൽ കിട്ടും ഇതൊക്കെ? ഇല്ല. നമ്മൾ ഓരോ സർവീസ് ചെയ്യുന്നു, അതിന് നമുക്കൊരു കോമ്പൻസേഷൻ കിട്ടും. അതിനാണ് നമ്മൾ വേജസ്, സാലറീസ്, ബോണസ്, കമ്മീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടിപ്പ് ഇൻകം. എന്താണ് ടിപ്പ് ഇൻകം? നമ്മൾ യൂഷ്വലി നമ്മുടെ ലൈഫിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പദമാണ് നമുക്ക് ടിപ്പ് കിട്ടും. ആ ഒരു എന്തെങ്കിലും ഒരു സർവീസ് ചെയ്തു കൊടുത്താൽ നമുക്ക് ടിപ്പ് കിട്ടും എന്ന് പറയില്ലേ. സോ ടിപ്സ് ആർ റിസീവ്ഡ് ആസ് ഗ്രാറ്റുവിറ്റീസ് ബൈ ഫുഡ് സെർവേഴ്സ്, ബാഗേജ് ഹാൻഡ്ലേഴ്സ്, ഹെയർ ഡ്രസ്സേഴ്സ് ആൻഡ് അതേഴ്സ് ഫോർ സർവീസസ് പെർഫോംഡ്. അതായത് നമ്മൾ ചെയ്യുന്ന സർവീസിന് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു അഡീഷണൽ ഗ്രാറ്റുവിറ്റി പോലത്തെ ഒരു ഇൻകം ആണ് ടിപ്പ് ഇൻകം. സ്പെഷ്യലി അത് കിട്ടുന്നത് ഫുഡ് സെർവേഴ്സ്, ഈ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഫുഡ് സെർവ് ചെയ്യുന്ന സ്വിഗ്ഗി ഓടുന്ന ആളുകൾ, സൊമാറ്റോ പോകുന്നവർക്കൊക്കെ ടിപ്പ് കിട്ടും. അതുപോലെ ബാഗേജ് ഹാൻഡ്ലേഴ്സ്, ഹെയർ ഡ്രസ്സർ, മുടി വെട്ടുന്ന ആളുകൾ, അവർക്കൊക്കെ എക്സ്ട്രാ നമ്മളിപ്പോൾ കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അവരൊരു ചെറിയൊരു കോമ്പൻസേഷൻ കൊടുക്കും ടിപ്പായിട്ട്. ഓക്കെ, ടിപ്സ് ഗോ ബിയോണ്ട് ദ സ്റ്റേറ്റ് എമൗണ്ട് ഓഫ് ദി ബിൽ ആൻഡ് ആർ ഗിവൺ വോളണ്ടറിലി. അത് ബില്ല് കൂടാണ്ട് അഡീഷണലി പോകുന്ന ഒരു എമൗണ്ട് ആണ് ടിപ്പ് എന്ന് പറയുന്നത്. Employee compensation and tips may be in the form of cash, goods and services, awards and taxable benefits. എംപ്ലോയി കോമ്പൻസേഷൻ അതുപോലെ ടിപ്സ് ഒക്കെ ഒരുപക്ഷെ ക്യാഷിന്റെ ആവണമെന്നില്ല. ക്യാഷിന്റെ ഫോമിൽ മാത്രമല്ല, ഗുഡ്സ് ആൻഡ് സർവീസ് ആയിട്ടും അവാർഡായിട്ടും ടാക്സബിൾ ബെനിഫിറ്റ് ആയിട്ടെല്ലാം കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തിക്ക് നമുക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ആണ് ഈ വേജ്, സാലറി, ബോണസ്, കമ്മീഷൻസ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് എക്സ്ട്രാ നമ്മുടെ ഈ കോമ്പൻസേഷൻ കൂടാതെ എക്സ്ട്രാ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, അഡീഷണൽ ബെനിഫിറ്റ് ആണ് ടിപ്പ്. ഓക്കെ, നമ്മുടെ കസ്റ്റമേഴ്സോ ക്ലയൻസിനോ നമ്മുടെ സർവീസ് ഇഷ്ടപ്പെട്ട അവർ നമുക്ക് തരുന്ന ഒരു ചെറിയ കോമ്പൻസേഷൻ. അതിപ്പോ ക്യാഷിനെ ആണെന്നില്ല, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫോമിലാവാം, ഗിഫ്റ്റ്, അവാർഡ്, ടാക്സബിൾ ബെനിഫിറ്റ്സ് എന്തോ ആവാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്താണ് വേജസ്, എന്താണ് സാലറീസ്, എന്താണ് ബോണസ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. വേജസ്, compensation received by employees for services performed. അതായത് എംപ്ലോയീസ് ചെയ്യുന്ന സർവീസസിന് കിട്ടുന്ന കോമ്പൻസേഷൻ. യൂഷ്വലി ദിസ് വേജസ് ആർ കമ്പ്യൂട്ടഡ് ബൈ മൾട്ടിപ്ലൈയിങ് ആൻ അവർലി പേ റേറ്റ് ബൈ ദ നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡ്. അതിപ്പോ ഒരു ദിവസം ടോട്ടൽ 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂർ ഓരോ മണിക്കൂർ വെച്ചിട്ടാണ്. അതായത് അവർലി ഒരു മണിക്കൂറിന് എത്ര രൂപയാണ്? ഇപ്പൊ ഒരു മണിക്കൂറിന് 600 രൂപയാണെങ്കിൽ ടോട്ടൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു? സോ അതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ വേജസ് കിട്ടുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ദ എംപ്ലോയീസ് ഫോർ സർവീസസ് പെർഫോംഡ്. യൂഷ്വലി വേജസ് ആർ കമ്പ്യൂട്ടഡ് ബൈ മൾട്ടിപ്ലൈയിങ് ആൻ അവർലി പേ റേറ്റ് ബൈ ദ നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡ്. ഓക്കെ, വൺ ഡേ ഒരു മണിക്കൂർ 600 വെച്ചാണ് 8 മണിക്കൂർ വർക്ക് ചെയ്തു. സോ 600 × 8. സോ വൺ ഡേയുടെ വേജസ്. അങ്ങനെ ഒരു മാസത്തെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡേയുടെ വേജസും ഇൻറ്റു 30. ഓക്കെ, അല്ലെങ്കിൽ എത്ര ദിവസം വർക്ക് ചെയ്തു ഒരു മാസം എന്ന് വെച്ചാൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു മാസത്തെ വേജ് കിട്ടും. ഓക്കെ, ദെൻ സാലറീസ്, കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഫോർ സർവീസസ് പെർഫോംഡ്. സെയിം ആസ് വേജസ്. വേജസും സാലറീസും ബോണസും ടിപ്പിംഗും കോമ്പൻസേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന സർവീസസിന് നമുക്ക് എംപ്ലോയറോ അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റോ കസ്റ്റമറോ നമുക്ക് തരുന്ന കോമ്പൻസേഷൻ ആണ് ഇതൊക്കെ. ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇൻകം ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഹിയർ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിക്സ്ഡ് സം ആയിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത്ര രൂപയാണ് ഈ ജോലിയുടെ സാലറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറുന്നത് അല്ലേ. നമുക്ക് ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, ഓക്കെ നിങ്ങളുടെ ഫിക്സ്ഡ് സാലറി ഇത്രയാണ്, ഇത്ര പെർ മന്ത് ആണ് അല്ലെങ്കിൽ ഇത്ര പെർ ഇയർ ആണ് എന്ന് നമുക്ക് ഫിക്സ്ഡ് ആയിരിക്കും നമ്മുടെ സാലറീസ്. ഓക്കെ, ദെൻ ചിലപ്പോൾ അത് വീക്ക്ലി ആവാം, ചിലപ്പോൾ അത് മന്ത്ലി ആവാം. വീക്ക്ലി സാലറി കൊടുക്കുന്നവരുണ്ട്, മന്ത്ലി കൊടുക്കുന്നവരുണ്ട്, ക്വാർട്ടർലി കൊടുക്കുന്നവരുണ്ട്. Okay, then bonus. It's also same as compensation received by an employee for services performed. A bonus is given in addition to employees' usual compensation.
അതായത് യൂഷ്വൽ കോമ്പൻസേഷൻ ആയ വേജസ്, സാലറീസ്, ഇതിന്റെ എല്ലാം കൂടെ എക്സ്ട്രാ കൊടുക്കുന്നതാണ് ബോണസ്. ഇപ്പൊ നമുക്കറിയാം ഓണത്തിന് വരുമ്പോ ബോണസ് കൊടുക്കും ചില കമ്പനികൾ, സാലറിയുടെ കൂടെ ബോണസ് കൊടുക്കും ഒരു പർട്ടിക്കുലർ എമൗണ്ട്. ക്രിസ്മസിന് ബോണസ് കൊടുക്കും, അതുപോലെ ഈദിനൊക്കെ. ഇപ്പൊ ദുബായ്, UAE അവിടെയൊക്കെ ആണെങ്കിൽ അവർക്ക് മെയിനായിട്ടും ഈദ് അതൊക്കെയാണ് വരുന്നത്. സോ അങ്ങനത്തെ ഫെസ്റ്റിവൽസിനും സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ സാലറീസിന്റെ വേജസിന്റെ കൂടെയൊക്കെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ബോണസ് ആയിട്ട് കൊടുക്കും. നെക്സ്റ്റ്, കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾസോ എ കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഫോർ സർവീസസ് പെർഫോംഡ്. Commissions are paid based on a percentage of sales made or a fixed amount per sale. കമ്മീഷൻസ് കൂടുതലും വരുന്നത് സെയിൽസ് റിലേറ്റഡ് ജോബ്സിനാണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷൻ കൊടുക്കും, ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ, അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ആ ഒരു സെയിലിന്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. കൂടുതലും സെയിൽ ഓറിയന്റഡ് ജോബ്സിനൊക്കെയാണ് കമ്മീഷൻസ് വരുന്നത്. ഓക്കെ, അതായത് അവരുടെ കൊടുത്ത ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിലും കൂടുതൽ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ എമൗണ്ട് കിട്ടും. ഓക്കെ, ടിപ്പ് ഇൻകം നേരത്തെ പറഞ്ഞ പോലെ മണി ആൻഡ് ഗുഡ്സ് റിസീവ്ഡ് ഫോർ സർവീസസ് പെർഫോംഡ് ബൈ ഫുഡ് സെർവേഴ്സ്, ബാഗേജ് ഹാൻഡ്ലേഴ്സ്, ഹെയർ ഡ്രസ്സേഴ്സ് ആൻഡ് അതേഴ്സ്. ടിപ്സ് ഗോ ബിയോണ്ട് ദ സ്റ്റേറ്റഡ് എമൗണ്ട് ഓഫ് ദ ബിൽ ആൻഡ് ആർ ഗിവൺ വോളണ്ടറിലി. ടിപ്പിംഗ് അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ക്ലയൻസിന്റെ ഒക്കെ ഇഷ്ടം പോലെ ഇരിക്കും എത്ര രൂപ വേണം, അത് ഫിക്സ്ഡ് അല്ല. ചിലപ്പോൾ ചിലവര് ഒരു 50 രൂപ എക്സ്ട്രാ തരും, അല്ലെങ്കിൽ 500 രൂപ, അല്ലെങ്കിൽ 100 രൂപ കൊടുക്കും അല്ലേ. ഈ സ്വിഗ്ഗി ഒക്കെ ഓടുന്ന അല്ലെങ്കിൽ ആമസോണൊക്കെ ഓടുന്ന ആൾക്കാരെല്ലാവരും വീട്ടിൽ വന്നു കഴിയുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, ഓക്കെ ഒരു ടിപ്പായിട്ട് ഒരു ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതാണ് അതായത് നമ്മുടെ എക്സ്ട്രാ ഇൻകം ആണ് ഈ ടിപ്പ് ഇൻകം എന്ന് പറയുന്നത്. അതിപ്പോ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല, ചിലപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, എന്തെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, എന്തോ ആവാം ടിപ്പ് ഇൻകം എന്ന് പറഞ്ഞത്. സോ ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇൻകം ക്ലിയർ ആയോ? ഈസിയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വേജസ് എന്താണ്, സാലറി എന്താണ്, ബോണസ് എന്താണ്, കമ്മീഷൻ എന്താണ്, ടിപ്പ്, നമുക്ക് കിട്ടുന്ന ടിപ്പ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഇൻകം ആണ്. ഇപ്പൊ നമ്മൾ കണ്ടത് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇൻകം. നെക്സ്റ്റ്, there are two types of income, earned income and not earned income. അതായത് earned income, unearned income. അതിനകത്ത് എൻഡ് ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ ടാക്സ് കാണിക്കേണ്ടത് എൻഡ് ഇൻകത്തിന്മേലാണ്. അൺഏൺഡ് ഇൻകം നോൺ ടാക്സബിൾ, അതിന്റെ മേലെ ടാക്സ് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഏതൊക്കെയാണ് ടാക്സബിളും നോൺ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ എൻഡും അൺഏൺഡ് ഇൻകം എന്ന് നമുക്ക് നോക്കാം. സോ ഹിയർ കംസ്. The first one is wages, salaries, tips and other taxable employee pay. ഇപ്പൊ നമ്മൾ പഠിച്ചു wages, salary, tips, കമ്മീഷൻ, ബോണസ്, അങ്ങനത്തെ എല്ലാ ടാക്സബിൾ എംപ്ലോയി പേസും ഏൺഡ് ആണ് അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ആണ്. യൂണിയൻ സ്ട്രൈക്ക് ബെനിഫിറ്റ്സ്, ലോങ് ടൈം ഡിസബിലിറ്റി റിസീവ്ഡ് prior to മിനിമം റിട്ടയർമെന്റ് ഏജ്. ലോങ് ടൈം ഡിസബിലിറ്റി, എന്തെങ്കിലും ഒരു ലോങ് ടൈം ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് കിട്ടുന്ന പോലെ ഒരു എമൗണ്ട്, പർട്ടിക്കുലർ എമൗണ്ട് കിട്ടും. സോ അത് ടാക്സബിൾ ആണ്. നെറ്റ് ഏർണിംഗ്സ് ഫ്രം സെൽഫ് എംപ്ലോയ്മെന്റ്. സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് ആണ് നടത്തുന്നത്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്, നമുക്ക് സ്വന്തമായിട്ട് ഇതിൽ കടയാണ് നമുക്ക് സ്വന്തമായ ഒരു ബിസിനസ് ഒക്കെയാണ്, അതിന് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്നും കിട്ടുന്ന നെറ്റ് ഏർണിംഗ്സ്. ഗ്രോസ് ഇൻകം റിസീവ്ഡ് ആറ്റ് സ്റ്റാറ്റ്യൂട്ടറി എംപ്ലോയ്. സോ ഓൾ ദീസ് സിറ്റുവേഷൻസ് നമുക്ക് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഇൻകം, അതിന് നമ്മൾ ഏൺഡ് ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയും. ഓക്കെ, നമ്മുടെ വേജസ്, സാലറീസ്, ടിപ്സ്, കമ്മീഷൻസ്, ബോണസ്, നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി നടത്തിക്കൊണ്ടു പോകുന്ന എന്തെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നെറ്റ് ഏർണിങ്സ്, നമ്മളൊരു സ്റ്റാറ്റ്യൂട്ടറി എംപ്ലോയി ആണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഗ്രോസ് ഇൻകം, യൂണിയൻ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്, പിന്നെ ലോങ് ടൈം ഡിസബിലിറ്റി ആകുമ്പോൾ നമുക്കൊരു റിട്ടയർമെന്റ് എമൗണ്ട് കിട്ടും. സോ അതെല്ലാം നമ്മൾ ഏൺഡ് ഇൻകം ആയിട്ട് കണക്കാക്കി അതിന്റെ മേലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾസ് ഓഫ് നോട്ട് ഏൺഡ് ഇൻകം, അതായത് അൺഏൺഡ് ഇൻകം അല്ലെങ്കിൽ നോൺ ടാക്സബിൾ ഇൻകം. ഈ പറയുന്ന ഇൻകത്തിന്മേലൊന്നും നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഫസ്റ്റ് വൺ, പേ റിസീവ്ഡ് ഫോർ വർക്ക് വൈൽ ആൻ ഇൻമേറ്റ് ഇൻ എ പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് മീൻസ് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ അവിടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കുമല്ലോ, പുല്ല് വെട്ടല്, കിളക്കല്, പച്ചക്കറിയൊക്കെ നടല്, അല്ലെങ്കിൽ പാത്രം കഴുകല്, ഫുഡ് വെക്കല്, ചപ്പാത്തി ഉണ്ടാക്കല്, അവിടെ ജയിലിൽ ചെയ്യുന്ന ഓരോ പണികൾക്കും നമുക്ക് പൈസ കിട്ടും. ആ ഇൻകം നമ്മൾ
ടാക്സബിൾ ഇൻകം അല്ല. ഓക്കെ. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇറ്റ്സ് നോട്ട് എ ടാക്സബിൾ ഇൻകം. റിട്ടയർമെന്റ് ഇൻകം, റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ഇൻകം, പെൻഷൻ ഇറ്റ്സ് നോട്ട് ടാക്സബിൾ. സോഷ്യൽ സെക്യൂരിറ്റി നോട്ട് ടാക്സബിൾ. അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, അതായത് ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ US ഇപ്പോൾ ഒരാൾക്ക് തൊഴിലില്ല, തൊഴിൽ രഹിതനാണ് എങ്കിൽ അവർക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കിട്ടും മന്ത്ലി. ഓക്കെ, ഇറ്റ്സ് നോട്ട് ടാക്സബിൾ, ടാക്സബിൾ ഇൻകം അല്ല. അലിമോണി, അലിമോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവുന്ന സിറ്റുവേഷൻ വരുമല്ലോ, ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് ആവുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവ് ഇത്രയും ജീവാംശം കൊടുക്കണം എന്ന് പറയില്ലേ, തന്റെ സ്വത്തിൽ നിന്ന് ഇത്രയും ഭാഗം കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ മാസം ഇത്രയും എമൗണ്ട് വെച്ച് കൊടുക്കണം എന്ന് കോടതി വിധി പറയുവാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻകമോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പൈസ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ടാക്സബിൾ. അതിനാണ് അലിമോണി എന്ന് പറയുന്നത്. ചൈൽഡ് സപ്പോർട്ട്, ചൈൽഡ് സപ്പോർട്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മണി ഇറ്റ്സ് നോട്ട് ടാക്സബിൾ. ഓക്കെ, ക്ലിയർ? ഇപ്പൊ ടാക്സബിൾ അല്ലാത്തതും ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ഏതാന്നൊക്കെ മനസ്സിലായോ? ക്ലിയർ ആയോ? അതായത് ചൈൽഡ് സപ്പോർട്ടിന് യൂസ് ചെയ്യുന്ന ഇൻകം ടാക്സബിൾ അല്ല. അലിമോണി മീൻസ് നമ്മൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കോർട്ട് പറയും ഭാര്യയ്ക്ക് ഭർത്താവ് ഇത്ര വെച്ച് എല്ലാ മാസവും കൊടുക്കണം എന്ന് പറയും ഒരു തുക. സോ ഇറ്റ്സ് നോട്ട് ടാക്സബിൾ. അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി, റിട്ടയർമെന്റ് ഇൻകം, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ്, ദെൻ പേ റിസീവ്ഡ് ഫോർ വർക്ക് വൈൽ ആൻ ഇൻമേറ്റ് ഇൻ എ പീനൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മീൻസ് ജയിലിൽ കഴിയുന്ന തടവ് പുള്ളി, അവിടുത്തെ ജോലി ചെയ്ത് കിട്ടുന്ന ഇൻകം ഒന്നും ടാക്സബിൾ അല്ല. ഓക്കെ, ദീസ് ആർ നോൺ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകം. ബട്ട് ഹിയർ വേജസ്, സാലറീസ്, ടിപ്സ്, കമ്മീഷൻ, ബോണസ്, അതുപോലെ യൂണിയൻ സ്ട്രൈക്ക് ബെനിഫിറ്റ്, ലോങ് ടേം ഡിസേബിലിറ്റി റിസീവ്ഡ് prior to minimum retirement age, net earnings from our self-employment, gross income received as statutory employee, all these are earned income അല്ലെങ്കിൽ taxable. ഇതിന്മേലൊക്കെ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു ഓൾ. ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.